വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമ്മോടൊപ്പം വിവരങ്ങൾ വിശകലനം ചെയ്യാനായി ചേരുന്നു. ശ്രീ മോഹൻ വർഗീസ്, ഇതിപ്പോൾ ട്രംപിന്റെ നീക്കം എന്താണ് എന്നുള്ളത് ലോകം കൗതുകത്തോടെ വീക്ഷിക്കുകയാണ്. ഇറാൻ യുദ്ധം ആരംഭിച്ചു, അതെങ്ങും എത്തിയില്ല. ഇസ്രായേലുമായി ചേർന്ന് നടന്ന യുദ്ധം, അവിടെ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണോ ഇപ്പോൾ ഗാസയിലേക്ക് ട്രംപ് കണ്ണുനട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒപ്പം നെതന്യാഹുവിനെ ഒറ്റപ്പെടുത്തുക എന്ന നീക്കം എന്തിന്റെ പേരിലാകും? ശ്രീ രഞ്ജിത്ത്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഗാസ പീസ് പ്ലാനിലേക്കാണ് ഡൊണാൾഡ് ട്രംപ് നീങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ മധ്യപൗരസ്യ പ്രദേശത്തെ ഏതാണ്ട് എല്ലാ നീക്കങ്ങളുടെ പിന്നിലും ഇസ്രയേൽ ഉണ്ടായിരുന്നു. ദേവർ എ ടീം ഇൻ കഹൂത്ത് ആണ് മിക്കപ്പോഴും ആക്രമണം നടത്തിയിട്ടുള്ളതും. അവിടുത്തെ ഒരു ഡിഫൻസ് പാരഡൈമിൽ തന്നെ അമേരിക്കയുടെ ഓവറോൾ മിഡിൽ ഈസ്റ്റ് പെർസ്പെക്റ്റീവിൽ ഒന്നാം സ്ഥാനം, ഏറ്റവും മുന്തിയ സ്ഥാനം ഇസ്രായേലിൽ തന്നെയായിരുന്നു. പക്ഷെ അവിടെ നിന്നും, ആ സ്റ്റാൻഡിൽ നിന്നും അമേരിക്ക പിന്മാറുന്നുവോ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അതിൽ നിന്നും മാറി ചിന്തിക്കുന്നുവോ? ഈ അടുത്ത സമയത്ത് അമേരിക്കയ്ക്ക് ഇറാനിൽ ഏറ്റ തിരിച്ചടികൾ അതൊരു സൂചനയാണ് എങ്കിൽ ഇസ്രായേൽ ബാന്ധവം പൂർണ്ണമായി ഉപേക്ഷിക്കാനാവില്ല. ജൂത ലോബി വളരെ 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 നിർണായകമായ പവർഫുൾ ഒരു ഫാക്ടറായി പ്രവർത്തിക്കുമ്പോൾ അമേരിക്കയ്ക്ക് അങ്ങനെ ഇസ്രായേലിനെ പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. പക്ഷേ ഗാസ പീസ് പ്ലാനിൽ ഇസ്രായേലിന്റെ നിലപാടിനോടൊപ്പം അല്ല താൻ എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് ഇപ്പോഴിതാ ഖെയ്റോയിൽ വെച്ച്, ഈജിപ്ഷ്യൻ പ്രധാനമായ ഖെയ്റോയിൽ വെച്ച് ഹമാസിന്റെ പ്രതിനിധി, ഹമാസിന്റെ ഇപ്പോഴത്തെ നേതാവ് ഖലീൽ അൽ ഹയ്യയുമായി ചർച്ച നടത്തിയിരിക്കുന്നു. ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. നേരിട്ട് അമേരിക്കയുടെ ഒരു ഔപചാരിക പ്രതിനിധി, അത് ട്രംപിന്റെ മരുമകൻ കൂടിയായ ജാരേഷ് കൃഷ്ണ, ഖലീൽ അൽ ഹയ്യയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈജിപ്ഷ്യൻ പ്രതിനിധിയായിരുന്നു, ഖത്തർ എന്ന മധ്യസ്ഥ രാജ്യത്തിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, തുർക്കിയുടെ പ്രതിനിധികളുണ്ട്, ബോർഡ് ഓഫ് പീസിന്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ചേർന്നുകൊണ്ട് ടോണി ബ്ലെയർ, ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രിയായ ടോണി ബ്ലെയർ ഈ ബോർഡ് ഓഫ് പീസ് പദ്ധതിയുടെ ഭാഗമാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ടീമിന്റെ ഭാഗമാണ്. ഇവരെല്ലാം ചേർന്ന് ഈജിപ്തിൽ വെച്ച് ഒരു 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 ധാരണയിലേക്ക് നീങ്ങുന്നു എന്ന പ്രതീതിയാണ്. അങ്ങനെ ഒരു ധാരണ, ഏകദേശ ധാരണ ഉണ്ടായാൽ, അതായത് ഗാസ പീസ് പ്ലാൻ മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ ബോർഡ് ഓഫ് പീസ് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് കുറച്ചുകൂടെ വൈകി ടെൽ-അവീവിൽ എത്തുകയാണ് ഈ ടീം. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഈ ടീം സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ കഴിയുന്നില്ല എങ്കിൽ വലിയ ഒരു റിഫ്റ്റിലേക്കാണ് നീങ്ങുന്നത്. കാരണം ഇപ്പോൾ നിലവിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നിൽ ഓപ്ഷൻസ് വളരെ പരിമിതമാണ്. പക്ഷേ ഈ ഗാസയിലെ ഈ സമാധാന കരാർ അംഗീകരിക്കുക എന്നുള്ളത് നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കുമല്ലോ ഈ സാഹചര്യത്തിൽ. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോകുന്നത് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പാണ്. അത് മാത്രമല്ല, ഇറാനിൽ പരാജയപ്പെട്ടു എന്നുള്ള ഫീൽ പൊതുവെ ഇസ്രായേലുകാർക്കുണ്ട്. അത് ഇവിടെ കൂടി അങ്ങനെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ള ഒരു പാക്ട് വന്നാൽ അത് അത്ര പെട്ടെന്ന് അംഗീകരിക്കാനാവുന്ന ഒന്നല്ലല്ലോ. ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഈ ബോർഡ് ഓഫ് പീസ് എന്ന നിർദ്ദേശം, അതായത് ഗാസയിൽ നിന്നും ഇസ്രായേലി സൈന്യം പൂർണ്ണമായി പിൻവാങ്ങിക്കൊണ്ട് ഗാസയെ ഡീമിലിറ്ററൈസ് ചെയ്യുക. അപ്പൊ ഇത് ഇൻ ടാൻഡം സംഭവിക്കേണ്ട കാര്യമാണ്. ഹമാസ് ആയുധങ്ങൾ താഴെ വയ്ക്കുക, അങ്ങനെ അധികാരം കൈമാറുക, ഒരു സുരക്ഷാ സേനയ്ക്ക് അധികാരം കൈമാറുക, ടെക്നോക്രാറ്റുകൾ അടങ്ങുന്ന ഒരു താൽക്കാലിക അഡ്മിനിസ്ട്രേഷൻ അവിടെ എത്തുക, തെരഞ്ഞെടുപ്പ് നടക്കുക. ഇതൊക്കെ ഒരു പ്രോസസ്സാണ്. പക്ഷെ അതിന് ഇസ്രായേലി സൈന്യം പൂർണ്ണമായി, ഏതാണ്ട് ഗാസയുടെ 60% സ്ഥലവും ഇപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന ഇസ്രായേലി സേനകളാണ്. അത് പൂർണ്ണമായി പിൻവാങ്ങാതെ ആയുധം താഴെ വയ്ക്കാൻ തങ്ങൾ ഒരുക്കമല്ല എന്നാണ് ഹമാസിന്റെ നിലപാട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇസ്രായേലി സേനകൾ പിന്മാറാതെ ട്രംപിന് മുന്നോട്ട് പോകാനാവില്ല. അമേരിക്ക എന്തായാലും ഇസ്രായേലുമായി യുദ്ധം ചെയ്തുകൊണ്ട്, ബലം പ്രയോഗിച്ചുകൊണ്ട് ഇസ്രായേലി സേനയെ പിന്മാറ്റാനാവില്ലല്ലോ. അതുകൊണ്ട് അമേരിക്ക ഈസ് ട്രൈയിങ് ടു ഗിവ് എ സിഗ്നൽ ടു ഇസ്രായേൽ. തങ്ങൾ രണ്ടും കൽപ്പിച്ചാണ്, തങ്ങൾ സമാധാന ദൗത്യവുമായി ഗാസ പീസ് പ്ലാനുമായി മുന്നോട്ട് പോകും. ട്രംപിന്റെ ഒരു അഭിമാന പദ്ധതിയാണ്. അതിന് ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണയുണ്ട്. അത് മാത്രമല്ല, അറബി ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ, ഇസ്ലാമിക ലോകത്തെ പ്രമുഖ രാജ്യങ്ങൾ, 8 രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിന്റെ ഈ ഒരു കടുംപിടുത്തത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക രാജ്യമായ ഇന്തോനേഷ്യ അപലപിച്ചിരിക്കുന്നു. പാകിസ്ഥാൻ, ഏക ആണവശക്തി, ഇസ്ലാമിക ലോകത്തെ ആണവശക്തിയായ പാകിസ്ഥാൻ അപലപിച്ചിരിക്കുന്നു. തുർക്കി എന്ന അതിശക്തമായ ഇസ്ലാമിക രാജ്യം, വലിയ സൈനിക ശക്തിയാണ്, അപലപിച്ചിരിക്കുന്നു. ഈജിപ്ത് മധ്യസ്ഥ രാജ്യമാണെങ്കിലും അപലപിച്ചിരിക്കുന്നു. ഖത്തർ ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, UAE ഉണ്ട്. പ്രധാനപ്പെട്ട ഇസ്ലാമിക രാജ്യങ്ങൾ എല്ലാം ചേർന്നുകൊണ്ട് ഇസ്രായേലിനെതിരെ ഈ വിഷയത്തിൽ, ഗാസ വിഷയത്തിൽ നിർണായക ഒരു തീരുമാനമെടുക്കുന്നു എന്ന് പറയുമ്പോൾ
അമേരിക്കയ്ക്കും ആശ്വസിക്കാൻ വകയുണ്ട്. കാരണം ഇസ്ലാമിക ലോകത്ത് അമേരിക്കയുടെ പിടി അയയുന്നു. തീർച്ചയായും അതാണ് ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്ക കേട്ട പേരുദോഷമുണ്ട്, അമേരിക്കയെ സംഭവിച്ച പരാജയമുണ്ട്, അത് ലോകരാജ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗാസയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതിൽ അമേരിക്കയ്ക്ക് വളരെ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. അമേരിക്ക പൂർണ്ണമായി ശ്രീ രഞ്ജിത്ത്, അമേരിക്ക മധ്യപൗരസ്യ പ്രദേശത്ത് നിന്ന് പിന്തള്ളപ്പെടും എന്നൊരു ഭയാശങ്ക ഉടനെയെങ്കിലും അല്ലെങ്കിൽ തന്നെ ഒരു ഇന്റർമീഡിയറ്റ് ലോങ് സ്റ്റേജിൽ അമേരിക്കയുടെ സാന്നിധ്യം അവിടെ ആവശ്യമില്ല. പുതിയ സൈനിക സഖ്യങ്ങൾ വരികയാണ്, പുതിയ ബിൽഡപ്പ് വരികയാണ്. അതുകൊണ്ട് അമേരിക്കയ്ക്ക് മധ്യപൗരസ്യ പ്രദേശത്ത് അതിന്റെ പ്രസൻസ് നിലനിർത്തണം എങ്കിൽ യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തെ ചേർത്ത് പിടിക്കണം. അതൊരു വികാരമാണ്. പാലസ്തീൻ എന്ന് പറയുന്ന സൗദി അറേബ്യയുടെ മാത്രമല്ല എൻറ്റയർ ഇസ്ലാമിക ലോകത്തെ, പ്രത്യേകിച്ച് അറബി ലോകത്തെ ഒരു വികാരമാണ്. ഒരു പലസ്തീൻ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. ആദ്യപടി എന്ന നിലയിൽ ഗാസയിൽ ഒരു സ്വയംഭരണ സർക്കാർ ഉണ്ടാകണം. ഗാസയെ ഇസ്രയേലിന്റെ ആ ഒരു സൈനിക മേധാവിത്വത്തിൽ നിന്നും മോചിപ്പിക്കണം. അവിടെ ഒരു റീബിൽഡിംഗ് നടക്കണം. ഗാസയിലെ 22 ലക്ഷം പേർക്ക് ജീവിതം ഉണ്ടാകണം, റീകൺസ്ട്രക്ഷൻ ഉണ്ടാകണം. ഇതെല്ലാം സാധിക്കണമെങ്കിൽ ട്രംപ് നിർദ്ദേശിച്ച 15 ഇന പദ്ധതി അത് ഏകദേശം എഗ്രി ചെയ്തതുമാണ്. അപ്പോൾ ഹമാസിന്റെ പ്രതിനിധികൾ എഗ്രി ചെയ്ത ഒരു കാര്യമാണ്. അധികാരം കൈമാറാൻ അവർ തയ്യാറാണ്. കഴിഞ്ഞ മാസം 7-ാം തീയതി അവർക്ക് അധികാരം കൈമാറാനുള്ള സമ്മതം അറിയിച്ചിരിക്കുകയാണ്. അത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായിരിക്കെ പോലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടായില്ല എങ്കിൽ അതിനർത്ഥം കുറച്ചുകൂടി ബലപ്രയോഗം അവിടെ വേണ്ടിവരും. നയതന്ത്ര തലത്തിലെ സമ്മർദ്ദമാണ് ഈ ഘട്ടത്തിൽ അമേരിക്ക ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്. തീർച്ചയായും കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.